പറയുകയാണ്, ഹബീബേ ഖുദാ വറൂഹി ഫിദാ ഫിദാക ബി ഉമ്മി യാ റസൂലല്ലാഹ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വളരെ ഹൃദയഹാരിയായ നയന സന്തോഷം നൽകുന്ന കർണമുടങ്ങൾക്ക് ആനന്ദം നൽകുന്ന പ്രവാചക പ്രകീർത്തനം ഇൻഷാ അല്ലാഹ് വളരെ മനോഹരമായി ഇവിടെ നടക്കാൻ പോവുകയാണ്. അതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇവിടെ ഉസ്താദുമാർ നിങ്ങൾക്ക് ദുആ തരും. അല്ലാഹു നമ്മുടെ മുഴുവൻ കാര്യങ്ങളിലും എല്ലാവിധ ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. 8 ലക്ഷം സ്വലാത്ത് ചൊല്ലി എന്നറിയാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ് അവകളെല്ലാം മുൻനിർത്തി അതിന് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് ഇവിടെ പ്രത്യേകമായ സന്തോഷവും സമ്മാനങ്ങളും വിതരണമൊക്കെ ചെയ്യും. അല്ലാഹു ധാരാളം സ്വലാത്ത് ചൊല്ലി നബി തങ്ങളുടെ ആശയങ്ങളിൽ പെടാൻ അവസരം നൽകട്ടെ. നബി തങ്ങളുടെ മഹാത്മ്യം സ്വലാത്തിന്റെ മഹത്വം ഒരുപാട് പറയാറുണ്ട്. അല്ലാഹു തആല അപ്പോൾ ഒരൊറ്റ കാര്യം കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന് എത്ര വലിയ മഹാത്മ്യമാണ്. നബി തങ്ങളെ പറ്റി പറയുമ്പോൾ ആ സദസ്സിൽ വെച്ച് സ്വലാത്തിനെ പറയാതെ പോയാൽ സാധാരണക്കാർക്കൊക്കെ മഹബത്ത് കൂടുന്നതിന്റെ ഒരു കാരണം ഈ സ്വലാത്ത് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. പയ്യോളിക്കാരനായ മുഹമ്മദ് റഫീഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് കേട്ട് എല്ലാ ദിവസവും ആയിരക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി നബി തങ്ങളെ പല തവണ സ്വപ്നത്തിൽ കണ്ടു എന്ന് അറിയാൻ കഴിയും. അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഓരോരുത്തരുടെയും ഈ നമ്മുടെ സമകാലികരുടെ തന്നെ പല അനുഭവങ്ങളും എടുത്ത് പറയാനുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അങ്ങ് സ്വലാത്ത് അങ്ങ് വർദ്ധിപ്പിക്കുക. മൻ സല്ലല്ലാ അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്നൊരു സ്വലാത്ത് എന്റെ പേരിൽ ചൊല്ലിയാൽ അതാ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. അല്ലാഹു അവന്റെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിപ്പോയി. അല്ലാഹു തആല 10 സ്വലാത്ത് അവന് ചൊല്ലി എന്ന് പറഞ്ഞാൽ അവന്റെ 10 പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. അവന്റെ 10 ഗുണങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ 10 സ്ഥാനങ്ങൾക്ക് അവന് വർധനമുണ്ടാവുകയാണ്. രണ്ടാമതായി തിരുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ സല്ലല്ലാ അലൈഹി അശ്റതൻ സല്ലല്ലാഹു അലൈഹി ബിഹാ മിആ. ആരെങ്കിലും എന്റെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല അവന് 100 സ്വലാത്ത് ചൊല്ലിപ്പോയി. 10 സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ 100 പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അവന്റെ 100 സ്ഥാനങ്ങൾ വർദ്ധിക്കുന്നു. അവന്റെ 100 ഗുണങ്ങൾ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല മൂന്നാമതായി തിരുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ സല്ലല്ലാ അലൈഹി മിഅതാ കതബല്ലാഹു ലഹു ബൈന ഐനൈഹി ബറാഅതൻ മിനൻ നിഫാഖ്. ആരെങ്കിലും നബി തങ്ങളുടെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ ഇരുനയനങ്ങൾക്കിടയിൽ 2 കണ്ണുകൾക്കിടയിൽ രേഖപ്പെടുത്തി പോയി അവനിൽ കപട വിശ്വാസമില്ല. 100 സ്വലാത്ത് നബി തങ്ങളുടെ പേരിൽ ഒരാൾ ചൊല്ലിയാൽ അവന്റെ 2 നയനങ്ങൾക്കിടയിൽ രേഖപ്പെടുത്തുകയാണ് ഇവനിൽ കപട വിശ്വാസമില്ല. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെയും ഒരു കപട വിശ്വാസിയെയും തിരിച്ചറിയുന്നതിന്റെ ചെറിയ ഒരു അടയാളം, ഒരു സദസ്സിലിരുന്നു കൊണ്ട് ഒരാൾക്ക് 100 സ്വലാത്ത് ചൊല്ലാൻ കഴിഞ്ഞാൽ അവന്റെ ഈമാനിന്റെ അടയാളമാണ്. മറിച്ച് 100 സ്വലാത്ത് ഒരു മനുഷ്യൻ ഇരുന്ന് ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ അവനിലേക്ക് മനസ്സിലാക്കുക അവന്റെ ഹൃദയത്തിൽ ചെറിയ കാപട്യമുണ്ട്. അല്ലാഹു നിഫാഖിൽ നിന്ന് നമുക്ക് രക്ഷ തരട്ടെ. രണ്ടാമതായി മഹാനവറുകൾ നബി തങ്ങൾ പറയുകയാണ്, ആദ്യമായി അവന്റെ നയനങ്ങൾക്കിടയിൽ രേഖപ്പെടുത്തി പോയി കതബല്ലാഹു ലഹു ബൈന ഐനൈഹി ബറാഅതൻ മിനൻ നിഫാഖ്. രണ്ടാമതായി രേഖപ്പെടുത്തുന്നു വബറാഅതൻ മിനൻ നാർ, ഇവൻ നരകത്തിൽ കിടക്കില്ല.
വഅസ്കനഹു ഫിൽ ഫിർദൗസി മഅ ശുഹദാഇ അവന്റെ സ്വർഗ്ഗീയമായ വാസന്മാരുടെ കൂടെയാണ് ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ നബി തങ്ങൾ ഉൾക്കൊള്ളുന്ന ശുഹദാക്കളുടെ രക്തസാക്ഷികളുടെ കൂടെയാണ് ഹുമുൽ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കത്തഹരി ഫീഹിം മതീൻ ബൽ സാദത്തുൽ കുബറാ അല്ലാഹുവിന്റെ രണാങ്കണ ഭൂമികയിൽ ഭാര്യമാരെ മക്കളെ മാതാപിതാക്കളെ അധികാരങ്ങളെ സമ്പത്തുകളെ സർവസ്വങ്ങളെ മാറ്റിവെച്ച് അല്ലാഹുവിന്റെ ഭൂമിയിൽ രംഗയുദ്ധം നടത്തിയ ഷഹീദായ മഹാന്മാരില്ലേ അവരുടെ കൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോണോ നബി തങ്ങളുടെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലട്ടെ أدم الصلاة على الحبيب محمد فقبولها حتما بدون تردد أعمالنا بين القبول وردها إلا الصلاة على النبي محمد ഞാൻ എൻ്റെ നിസ്കാരങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടോ അല്ലാഹുവിനെ മാത്രം ആലോചിക്കാൻ വേണ്ടിയുള്ള നിസ്കാരമാണ് അതും ജീവിതത്തിൽ ഒരു ദിവസത്തിലെ വെറും 50 മിനിറ്റ് മാത്രം എടുത്ത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഇബാദത്താണ് നിസ്കാരം ഇന്നത്തെ ളുഹർ നിസ്കാരത്തിൽ ഞാൻ അള്ളാഹുവിനെ പറ്റി മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ വേറെ ഒരു ചിന്തയും വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ സുബഹി നിസ്കാരത്തിലായാലും മതി ളുഹറിലാണെങ്കിലും മതി അസ്റിലാണെങ്കിലും മതി മഗ്രിബിലാണെങ്കിലും മതി ഇശായിലാണെങ്കിലും ഇത് ഏതെങ്കിലും ഒരു വഖത്തിൽ ഉണ്ടാവേണ്ടതല്ല മരണം വരെ ജീവിക്കുമ്പോൾ ചെയ്യുന്ന നിസ്കാരത്തിൽ അഖിലവും ഉണ്ടാവേണ്ടതാണ് അപ്പൊ ഇന്നത്തെ നിസ്കാരം കൊണ്ട് രക്ഷപ്പെടുമെന്ന് ആർക്കാ ഉറപ്പുള്ളത് സ്വതക്കകൾ കൊണ്ട് രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടോ ഈ മജ്ലിസിലേക്ക് ഒരാൾ പറയാം ഞാൻ 10,000 തരാം അങ്ങനെ തരാൻ പറ്റിയാലും ഉണ്ടോ 10,000 തരാം അപ്പൊ അയാൾ ആലോചിക്കാണ് ഇത്രയും നല്ലൊരു മജ്ലിസിയോടാണെന്നപ്പോ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആളാവാനുള്ള അവസരമാണ് എന്ന് പറഞ്ഞ അയാൾ തന്നാൽ ആ 10,000 രൂപ കൊണ്ട് ഒരു ഉപകാരം അയാൾക്കുണ്ടോ ഇല്ല അപ്പൊ ഞാൻ ചെയ്യുന്ന ഇബാദത്തുകളും സ്വാലിഹായ അമലുകളും എല്ലാം കൊണ്ട് രക്ഷപ്പെട്ടു പോകുമെന്ന് പറയാൻ ഒരു ഉറപ്പില്ല പക്ഷേ മഹാന്മാര് പഠിപ്പിക്കുകയാണ് ഇല്ല സ്വലാത്തു അലൻ നബി മുഹമ്മദി ഹബീബായ നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ഒഴികെ ഇത് വേറെ ആരെങ്കിലും രേഖപ്പെടുത്തിയ കേവലം ഒരു വാറോലയല്ല ഞാൻ പറഞ്ഞത് മഹാനരായ മക്കയിലെ പ്രമുഖനായ മുഫ്തിയായിരുന്ന അഹ്മദ് ബിൻ സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് ലോകത്തുള്ള എല്ലാ അമലുകൾക്കും സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡങ്ങളുണ്ടെങ്കിൽ മാനദണ്ഡങ്ങളില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒരു അമല് അത് നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് ബിൽ ഇജ്മാഇ ഇമാമിനും അതിൽ എതിരഭിപ്രായമില്ല അഹ്മദ് ബിൻ സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് അപ്പൊ നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അങ്ങ് ചൊല്ലുക അതങ്ങ് വർദ്ധിപ്പിക്കുക അപ്പോൾ അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിക്കും മഹബ്ബത്ത് വർദ്ധിക്കും തഅലീം വർദ്ധിക്കും തോന്നിയവാസ ചിന്തകൾ മാറിപ്പോകും ആയിരക്കണക്കിന് മഹാത്മ്യങ്ങൾ സ്വലാത്തിനുണ്ട് കേവലം ഈ സ്വർഗപ്രവേശനം മാത്രമല്ല ദുനിയാവിലുള്ള പ്രയാസങ്ങൾക്ക് പ്രതിബന്ധങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് സർവസ്വവും പരിഹാരമാണ് ചൊല്ലേണ്ട പോലെ സ്വലാത്ത് ചൊല്ലിയാൽ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് എത്ര മഹാന്മാർ 100 കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയില്ലേ സാധുവായ എന്റെ കയ്യിൽ മാത്രം നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ മഹാത്മ്യം പറയുന്ന 32-ലധികം ഗ്രന്ഥങ്ങളുണ്ട് അപ്പോൾ അതിലെല്ലാം സ്വലാത്തിന്റെ മഹാത്മ്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു പോയി അക്കൂട്ടത്തിൽ രേഖപ്പെടുത്തിയ ഈ അടുത്ത കാണാൻ കഴിഞ്ഞ ഒരു സ്വലാത്തിന്റെ ഗ്രന്ഥമാണ് ശറാബു അഹ്ലി സ്വഫാ ഫി സ്വലാത്തി അലൻ നബിയിൽ മുസ്തഫാ നബി തങ്ങളുടെ സ്വലാത്തിന്റെ മഹാത്മ്യം പറയുന്ന ഗ്രന്ഥമാണ് ഹിജ്റ 786-ൽ വഫാത്തായ മഹാൻ ഹിജ്റ 786-ൽ വഫാത്തായ മഹാൻ അബുൽ ഖാസിം അൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ എഴുതിയ ഗ്രന്ഥമാണ് ശറാബു അഹ്ലി സ്വഫാ ഫി സ്വലാത്തി അലൻ നബിയിൽ മുസ്തഫാ. ആ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.
മഹാനവറുകൾ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധമുള്ള സ്വഹാബിമാരായ പല ജിന്നുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യനായ ഒരു സ്വഹാബിയില്ല, പക്ഷെ നബി തങ്ങളെ കണ്ട പല ജിന്നുകളായ സ്വഹാബിമാരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പല ആളുകളും പറയുന്നതായി അറിയാം. ഏതൊക്കെയായാലും മഹാനായ അബുൽ ഖാസിം അൽ ഖുന്ദൂസി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽപ്പെട്ട ശംഹൂറസ് എന്ന പേരുള്ള ഒരു ജിന്നിനെ പറ്റി ഞാനുമായി നല്ല ബന്ധമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഖുതുബിയ്യത്തിലൊക്കെ മദ്ഹബു തംറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ തിരിയാത്ത പേരുകൾ പറയുന്ന കൂട്ടത്തിൽ ഒന്നാണ് ശംഹൂറസ്. ഒരുപക്ഷെ ഈ ഖുതുബിയ്യത്തിൽ പറഞ്ഞ ശംഹൂറസ് അബുൽ ഖാസിം അൽ ഖുന്ദൂസി പറഞ്ഞ ശംഹൂറസും ഒന്നാവാനുള്ള ചില സാമ്യതകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശംഹൂറസ് എന്ന പേരുള്ള ഈ ജിന്നുമായി നബി തങ്ങളെ കണ്ട സഹാബിയായ ജിന്ന, അദ്ദേഹവുമായി എനിക്ക് ബന്ധപ്പെടാൻ അവസരമുണ്ടായി. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അവിടുത്തെ സ്വലാത്തിന്റെ മഹത്വം ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ നബി തങ്ങൾ എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ആ ഒരൊറ്റ പ്രാമുഖ്യം മനസ്സിലാക്കിയാൽ തന്നെ സ്വലാത്തിന്റെ മഹാത്മ്യം എത്ര വലുതാണ്. നബി തങ്ങൾ എന്നോട് പറയുകയാണ്, ശംഹൂറസ് എന്ന ജിന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നതിന് മുമ്പ് ഉമ്മയുടെ ഗർഭപാത്രത്തിനായിരിക്കെ പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുകയാണ്. ഇവൻ എത്ര ഭക്ഷണം കഴിക്കണം, ഇവൻ എത്ര വെള്ളം കുടിക്കണം, ഇവന് എത്ര ആയുസ് താമസിക്കണം, പരലോകത്ത് ഇവൻ വിജയിയാണോ അതോ പരാജയാണോ എന്ന് പല കാര്യങ്ങളും അസലിയായ ഖദാഇൽ തലയിലെഴുത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ഒരു മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ വെച്ച് അവനെ പറ്റി രേഖപ്പെടുത്തുകയാ, ഇവൻ പരലോകത്ത് പരാജയപ്പെട്ടവനാ. ഒരാളെ പറ്റി രേഖപ്പെടുത്തുകയാണ്, ഇവൻ പരലോകത്ത് പരാജയപ്പെട്ടവനാണ്. അപ്പോൾ ഭൂമി ലോകത്ത് വന്നാൽ പിന്നെ അവന് പോകാനുള്ളത് മരിച്ചാൽ നരകത്തിലേക്കാണ്. പക്ഷേ പിന്നെ എന്ത് പ്രവർത്തനം ചെയ്താലാണ് അവൻ ഭൂമി ലോകത്ത് വന്നാൽ സ്വർഗത്തിന്റെ അവകാശിയാകുന്നത്? മഹാനരായ ശംഹൂറസ് പറയുകയാണ്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ച് അസലിയായ ഖദാഇൽ രേഖപ്പെടുത്തിയത് ഇവൻ നരകത്തിന്റെ അവകാശിയാണെന്നാണെങ്കിൽ, ഇവന്റെ ഭൂമി ലോകത്തേക്ക് വന്നതിന്റെ ശേഷം സ്വർഗത്തിന്റെ അവകാശിയാകാൻ അവൻ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു അമലുണ്ടെങ്കിൽ ഇക്താറു സ്വലാത്തി അലാ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അധികരിപ്പിക്കുക തന്നെ. അങ്ങനെ സ്വലാത്ത് ചൊല്ലി വിജയത്തിന്റെ അഹ്ലുകാരിൽ പെടാൻ അവന് കഴിയുമെന്ന് മഹാനരായ അബുൽ ഖാസിം അൽ ഖുന്ദൂസി തന്റെ ശറാബ് അഹ്ലി സ്വഫാ ബിസ്സലാത്തി അലൻ നബിയിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ സംസാരം നിർത്തട്ടെ. ഹബീബായ നബി തങ്ങളുടെ പേരിൽ അണമുറിയാതെ സ്വലാത്ത്, അതേപോലെ തന്നെ റബീഉൽ അവ്വലിൽ ചെയ്യേണ്ട മറ്റൊരു പണിയാണ് നബി തങ്ങളുടെ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സുന്നത്തുകളെ ജീവിപ്പിക്കുക. വലത് കാലം കൊണ്ട് ചെരുപ്പ് ധരിക്കൽ ഒരു സുന്നത്താണ്. ഇടത് കാലിലെ ചെരുപ്പ് ആദ്യം ഊരൽ സുന്നത്താണ്. ഇടത് കാല് വെച്ച് ടോയ്ലറ്റിലേക്ക് ആദ്യം ഇടത് കാല് വെക്കൽ സുന്നത്താണ്. വലത് കാല് വെച്ച് ഇറങ്ങൽ സുന്നത്താണ്. ഇങ്ങനെയുള്ള സുന്നത്തുകൾ ജീവിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് പ്രണയിച്ച് അവസാനം ഹബീബായ തിരുനബി തങ്ങളെ കണ്ട് മരണവേദന മറന്ന് മരിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഈ മജ്ലിസിനെ നീ ഖബൂലാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മുഴുവൻ പ്രധാനപ്പെട്ട കാര്യങ്ങളും മാറ്റിവെച്ച് ഹബീബായ പുണ്യനബി തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ കൂടിയ ഈ കൂട്ടായ്മയെ നീ ഖബൂലാക്കണേ റഹ്മാനേ. അവസാനം നബി തങ്ങളുടെ മഹബ്ബത്തിനായി പുണ്യനബി തങ്ങളിലേക്ക് ലയിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ദുആരക്കണം, ആത്മാർത്ഥമായി ദുആരക്കണം. സാധുവായ എൻ്റെ പ്രിയപ്പെട്ട വാപ്പ ഹാർട്ട് സംബന്ധമായി ചെറിയൊരു പ്രയാസത്തിലാണ്. വലത് കണ്ണിന്റെ 40% കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി.